ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു യൂണിറ്റ് ടെസ്റ്റാണ്. ക്ലാസ് 6 മലയാളം കേരള പാഠാവലി യൂണിറ്റ് 1 അമൃതം നുകരം. ഈ പാഠഭാഗത്തിലെ ഈ യൂണിറ്റിലെ 2 പാഠഭാഗങ്ങൾ അടുക്കള, ചട്ടിപ്പത്തിരി, ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അമൃതം നുകരം എന്ന യൂണിറ്റിലെ മനോഹരമായ പാഠങ്ങളാണ് അമ്മമാരുടെ കഠിനാധ്വാനത്തിൻ്റെ കഥ പറഞ്ഞ അടുക്കള എന്ന കവിതയും, അതേപോലെ തന്നെ മലബാറിൻ്റെ സ്വന്തം രുചിക്കൂട്ടായ ചട്ടിപ്പത്തിരി എന്ന പാഠമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം എക്സാമിനൊക്കെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിറ്റാണ് അമൃതം നുകരം. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ അതുകൊണ്ട് ഈ പരീക്ഷയിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങി മിടുക്കരാവണം. അതുകൊണ്ട് അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയ യൂണിറ്റ് ടെസ്റ്റാണ്. ആദ്യത്തെ ചോദ്യം കഥാപാത്ര നിരൂപണമാണ്. ഓരോ ചോദ്യത്തിനും ഓരോ പ്രവർത്തനങ്ങൾക്കും 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന് ഒരു 4 മാർക്കിൻ്റെ ചോദ്യവും ഒന്ന് ഒരു 1 വേർഡ് 1 മാർക്കിൻ്റെ ചോദ്യവുമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം കഥാപാത്ര നിരൂപണമാണ്. ഇതു നന്നാകണേ, ആളുകൾ കൊണ്ട് പറയിക്കരുതേ. ചട്ടിപ്പത്തിരി നന്നാകണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന ബിച്ചായി ശെയ്ത്താത്തിനെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിച്ചായി താത്തയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ചട്ടിപ്പത്തിരി പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് ബിച്ചായി ശെയ്ത്താത്ത. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ അതീവ പ്രാവീണ്യമുള്ള സ്ത്രീയാണ് അവർ. ഓരോ ജോലിയും ശ്രദ്ധയോടെയും കൃത്യതയോടെയും ചെയ്യുന്നു. കുടുംബാംഗങ്ങൾക്ക് ജോലികൾ പഠിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ചട്ടിപ്പത്തിരി നന്നാകണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ ആത്മാർത്ഥത വ്യക്തമാകുന്നു. അധ്വാനശീലം, ക്ഷമ, ഉത്തരവാദിത്തബോധം, കുടുംബസ്നേഹം എന്നിവയാണ് ബിച്ചായി ശെയ്ത്താത്തയുടെ പ്രധാന സ്വഭാവ ഗുണങ്ങൾ. കുടുംബത്തിൻ്റെ ഐക്യത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്ന വ്യക്തിത്വമാണ് അവരുടേത്. അടുത്തത് ബി ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ P.A. മുഹമ്മദ് കോയയുടെ കൃതി ഏതാണ്? ബാല്യകാല സഖി, നാലുകെട്ട്, സുൽത്താൻ വീട്, ചെമ്മീൻ. അപ്പോൾ നമുക്കറിയാമല്ലോ സുൽത്താൻ വീട്. പ്രവർത്തനം 2 ഒരു അഭിപ്രായക്കുറിപ്പാണ്. എല്ലാത്തിനും എന്തെന്നെ വേണം, ഞാൻ എന്തെന്നെ വേണമെന്ന് വെച്ചാലോ, നിങ്ങളൊക്കെ ഏതൊക്കെ പഠിക്കണ്ടേ? ഈ വാക്കുകൾ വീട്ടുജോലികളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. വീട്ടുജോലികൾ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന വിഷയത്തിൽ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. വീട്ടുജോലികൾ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന ധാരണ ശരിയല്ല. ഭക്ഷണം തയ്യാറാക്കൽ, വീട് വൃത്തിയാക്കൽ, സാധനങ്ങൾ ക്രമീകരിക്കൽ തുടങ്ങിയ ജോലികൾ കുടുംബത്തിലെ എല്ലാവരും പങ്കുവെച്ച് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ജോലിഭാരം കുറയുകയും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യും. കുട്ടികൾ ചെറുപ്പം മുതൽ വീട്ടുജോലികൾ പഠിക്കുന്നത് നല്ല ശീലമാണ്. അത് സ്വയം പര്യാപ്തതയും ഉത്തരവാദിത്ത ബോധവും വളർത്തുന്നു. അതിനാൽ വീട്ടുജോലികൾ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം. ചട്ടിപ്പത്തിരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന പാഠമാണ്? കവിത, കഥ, നാടകം, ജീവചരിത്രം. പറയാലോ, കഥയാണ്. മൂന്നാമത്തെ ചോദ്യം ഉപന്യാസമാണ്. അടുക്കള വെറും ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, അടുക്കളയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് അടുക്കള. കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും സന്തോഷവും അടുക്കളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭക്ഷണം തയ്യാറാക്കുന്നതിനൊപ്പം സ്നേഹവും കരുതലും അവിടെ പ്രകടമാകുന്നു. ഭക്ഷണത്തിന് പിന്നിൽ വലിയ അധ്വാനമുണ്ട്. എപ്പോഴും ആ അധ്വാനം ശ്രദ്ധിക്കപ്പെടാറില്ല. മറ്റുള്ളവരുടെ പ്രയത്നത്തെ ബഹുമാനിക്കാനും നന്ദിയുള്ളവരാകാനും അടുക്കള നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ ഹൃദയമാണ് അടുക്കള. അതുകൊണ്ട് അടുക്കളയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അടുത്ത ചോദ്യം. അടുക്കള എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? കുമാരി, കുമാരനാശൻ, T.P. രാജീവൻ, ONV കുറുപ്പ്. അപ്പം T.P. രാജീവൻ. അടുത്ത ചോദ്യം ഒരു കത്ത് എഴുതാനാണ്. ചട്ടിപ്പത്തിരി പാഠഭാഗത്തിലെ ബിച്ചായി ശെയ്ത്താത്തിനെ പരിചയപ്പെടുത്തി കൂട്ടുകാരന് ഒരു കത്ത് എഴുതുക. കത്ത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥലവും തീയതിയും എഴുതണം. അപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ പേര് എഴുതുക, പിന്നെ തീയതി എഴുതുക, പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷന് പ്രിയ കൂട്ടുകാര സുഖമാണല്ലോ. ചട്ടിപ്പത്തിരി പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് ബിച്ചായി താത്ത. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ വളരെ കഴിവുള്ള സ്ത്രീയാണ് അവർ. അധ്വാനശീലവും ക്ഷമയും ആത്മാർത്ഥതയും അവരുടെ പ്രത്യേകതകളാണ്. കുടുംബാംഗങ്ങളെ ജോലികൾ പഠിപ്പിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ സ്വഭാവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവസരം കിട്ടുമ്പോൾ ഈ പാഠം വായിക്കണം.
സ്നേഹപൂർവം അമൽ. പലഹാരങ്ങളുടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ബിരിയാണി, ചട്ടിപ്പത്തിരി, പത്തിരി, കിസ്മിസ്. അപ്പോൾ എന്തിനെയാണ് പലഹാരങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ചട്ടിപ്പത്തിരി. പ്രവർത്തനം 5 ഒരു പ്രസംഗമാണ്. അടുക്കള എല്ലാവരുടേതുമാണ് എന്ന വിഷയത്തിൽ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാനുള്ള പ്രസംഗം തയ്യാറാക്കുക. പ്രിയ അധ്യാപകരെ, കൂട്ടുകാരെ, അടുക്കള സ്ത്രീയുടെ മാത്രം ഇടമാണെന്ന ധാരണ ഇന്ന് മാറേണ്ടതുണ്ട്. വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നതും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതും എല്ലാവർക്കുമാണ്. അതിനാൽ അടുക്കള ജോലികളിലും എല്ലാവരും പങ്കാളികളാവണം. കുട്ടികൾ ചെറുപ്പം മുതൽ വീട്ടുജോലികൾ പഠിക്കുന്നത് നല്ല ശീലമാണ്. ഇത് ഉത്തരവാദിത്ത ബോധവും സ്വയം പര്യാപ്തതയും വളർത്തും. സ്ത്രീകളുടെ ജോലിഭാരം കുറയ്ക്കാനും കുടുംബത്തിൽ സമത്വം വളർത്താനും എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. നന്ദി, നമസ്കാരം. ബി ചോദ്യം ഇതാണ്: അടുക്കള എന്ന കവിതയിലെ കേന്ദ്ര പ്രമേയം ഏത്? കൃഷി, സ്ത്രീകളുടെ അധ്വാനവും ത്യാഗവും, പ്രകൃതി സൗന്ദര്യം, യാത്ര. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? അടുക്കള എന്ന കവിതയിലെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? സ്ത്രീകളുടെ അധ്വാനവും ത്യാഗവുമാണ്. അടുത്തത് ഒരു നിരീക്ഷണക്കുറിപ്പാണ്. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രയും വിഭവസമൃദ്ധമായ അന്തരീക്ഷത്തിലും അടുക്കളയിൽ ഒരാൾ വിശന്നിരിക്കുന്നതിൻ്റെ സാമൂഹിക പശ്ചാത്തലം നിരീക്ഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. കവിതയിലെ ഈ വരി വളരെ ആഴമേറിയ ഒരു സാമൂഹിക നിരീക്ഷണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണമുള്ളത് അടുക്കളയിലാണ്. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ വിശപ്പും ഉള്ളത്. ഈ വിശപ്പ് വെറും ഒരു വയറിൻ്റെ വിശപ്പല്ല. അത് സ്വന്തം വ്യക്തിത്വം അംഗീകരിക്കപ്പെടാത്തതിൻ്റെയും സ്വാതന്ത്ര്യമില്ലായ്മയുടെയും മാനസികമായ വിശപ്പാണ്. പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ ഒരു യന്ത്രം പോലെ പണിയെടുക്കുന്ന സ്ത്രീയെ കുടുംബത്തിലുള്ളവരാരും ഒരു മനുഷ്യനായി പോലും പരിഗണിക്കാറില്ല. എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ കഴിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ പൊതുരീതി. കറികളുടെ എരിവും പുളിയും നോക്കാൻ അവൾക്ക് അവകാശമുണ്ട്. എന്നാൽ സ്വന്തം ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ നോക്കാൻ അവൾക്ക് സമയമില്ല. ഭൗതികമായി എത്ര സമ്പന്നമായാലും സ്ത്രീകൾക്ക് മാനസികമായ സ്വാതന്ത്ര്യവും ആശ്വാസവും ലഭിക്കാത്തിടത്തോളം കാലം ഈ വിശപ്പിൻ്റെ നിലവിളി അടുക്കളയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുക്കള എന്ന കൃതി സാഹിത്യത്തിലെ ഏത് വിഭാഗത്തിൽ പെടുന്നു? കഥ, നോവൽ, കവിത, ഉപന്യാസം. ഇപ്പോൾ നമുക്കറിയാം, ഒരു സിമ്പിൾ ചോദ്യമാണ്. അടുക്കള എന്ന കൃതി കവിത വിഭാഗത്തിൽ പെടുന്നു. അടുക്കളയിൽ തളച്ചിട്ട സ്ത്രീയുടെ വേദന കൂടി ആവിഷ്കരിക്കുന്നതാണ് ടി.പി. രാജീവൻ്റെ അടുക്കള എന്ന കവിത. എന്നാൽ ഇക്കാലത്തെ സ്ത്രീ ജീവിതങ്ങൾ അടുക്കളയിൽ മാത്രം തളച്ചിടപ്പെട്ടതാണോ? താങ്കളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. ടി.പി. രാജീവൻ്റെ അടുക്കള എന്ന കവിത പഴയ കാലത്തെ സ്ത്രീകളുടെ അവസ്ഥയെയാണ് പ്രധാനമായും കാണിക്കുന്നത്. പണ്ടുകാലത്ത് സ്ത്രീകൾക്ക് അടുക്കള പണികൾ ചെയ്യുക എന്നതിനപ്പുറം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ പുറം ലോകം കാണാനോ ഉള്ള സ്വാതന്ത്ര്യം വളരെ കുറവായിരുന്നു. അവരുടെ ലോകം കരി പുരണ്ട ആ ചുവരുകൾക്കുള്ളിൽ മാത്രമായി ഒതുങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇക്കാലത്തെ സ്ത്രീ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ വന്നതായി കാണാം. ഇന്നത്തെ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും പുരുഷന്മാരോടൊപ്പം മുന്നേറുന്നുണ്ട്. അവർ ഭരണരംഗത്തും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും സ്വന്തമായി വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ആ അർത്ഥത്തിൽ സ്ത്രീകൾ ഇന്ന് അടുക്കളയിൽ മാത്രം തളച്ചിടപ്പെട്ടവളല്ല. ഇനി അടുത്ത ബി ചോദ്യം നോക്കാം. കവിതയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വരിയിലെ വിശപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ആഹാരമില്ലാത്ത അവസ്ഥ, ബി ദാരിദ്ര്യം, സി സ്വാതന്ത്ര്യത്തിനും പരിഗണയ്ക്കും വേണ്ടിയുള്ള ആഗ്രഹം, കഠിനമായ രോഗം. അപ്പോൾ ഇവിടെ വിശപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആഹാരമില്ലാത്ത അവസ്ഥയാണോ, അല്ലെങ്കിൽ ദാരിദ്ര്യമാണോ, കഠിനമായ രോഗമാണോ? അതൊന്നുമല്ല. ഇവിടെ വിശപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യത്തിനും പരിഗണനയ്ക്കും വേണ്ടിയുള്ള ആഗ്രഹം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് എഴുതിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഈ യൂണിറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് ഉപകാരമായോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.
നമ്മുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട്, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, അതേപോലെ തന്നെ മാത്സ്, സയൻസ്, സോഷ്യൽ തുടങ്ങിയവയുടെയൊക്കെ വീഡിയോ ഉണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. കഴിഞ്ഞ വർഷം തന്നെ അപ്ലോഡ് ചെയ്ത ഒരുപാട് വീഡിയോകൾ 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂണിറ്റ് ടെസ്റ്റ് എഴുതുക. നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പാഠപുസ്തകം ഒന്നുകൂടി വായിച്ചു നോക്കുക. ഓക്കെ.